ഇനി നമ്മുടെ കേരളത്തെ നയിക്കേണ്ടത് ആര്? ഇന്ന് കേരളം ഉറ്റുനോക്കുന്നത് നല്ലൊരു നേതാവിനെ. ഈ കേരളത്തെ ഇനി ലക്ഷ്യബോധത്തോടുകൂടി കൊണ്ടുപോയില്ല എങ്കിൽ മറ്റു തകർന്നടിഞ്ഞ ഒരു ഭരണ സംവിധാനമായിട്ട് വന്ന് കേരളം നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. എന്തെന്നാൽ ഇന്ന് യുവജനങ്ങളെല്ലാം കേരളം വിട്ടുപോകുന്നു. എന്നാൽ കേരള ജനത നല്ലൊരു തീരുമാനമെടുത്തു. UDFനെ അധികാരത്തിലേക്ക് കയറ്റി. ഇനിയും നമുക്ക് മുഖ്യമന്ത്രി ആരെന്ന് അറിയില്ല. എന്നാൽ ഇന്ന് പലരുടെയും പേരുകൾ കേൾക്കുമ്പോഴും കേരളത്തിലെ ജനത വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തി ആരെന്ന് നമ്മളുടെ എല്ലാം ഹൃദയങ്ങളിൽ തെളിഞ്ഞു വരുന്ന വ്യക്തിയാണ് VD സതീശൻ എന്ന നേതാവ്, VD സതീശൻ എന്ന ഭരണകർത്താവ്. അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അസംബ്ലിയിൽ ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത്. മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ ഉയർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള എല്ലാ പദ്ധതിയും രൂപീകരിച്ച് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനും VD സതീശനും ഒന്നിച്ച് പഠിച്ച് വളർന്നവരാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചിട്ട് എനിക്കും പറയുവാനുണ്ട്. ലക്ഷ്യബോധമുള്ള ഭരണ നൈപുണ്യമുള്ള ഒരു വ്യക്തിയാണ് VD സതീശനെന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയുവാൻ സാധിക്കും. നിങ്ങളെപ്പോലെ തന്നെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് കേരളത്തിനെ നയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് തോമസ് ജോർജ് പാണാശ്ശേരി.